സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആയിരുന്നു ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഏറ്റവും മുതിർന്ന അംഗത്തിന് കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ളവർക്ക് മുതിർന്ന അംഗമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതത് വരണാധികാരികളുടെ നേതൃത്വത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ആദ്യമായി അധികാരം ലഭിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രകടനമായാണ് BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, പുതിയ ഭരണസമിതി അങ്ങനെ അധികാരമേറ്റിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പുതിയ ഭരണസമിതികൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ത്രിതല പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, നഗരസഭകൾ, അവിടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിരിക്കുകയാണ്. ആദ്യം സത്യപ്രതിജ്ഞ നടന്നത് ത്രിതല പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലാണ് ആദ്യം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. പലയിടങ്ങളിലും ഈ വിജയിച്ചവർ വലിയ പ്രകടനമൊക്കെയായാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് എത്തിയത്. തുടർന്ന് ഈ ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർമാരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ജില്ലാ കളക്ടർ ആദ്യം മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നീട് മറ്റുള്ള അംഗങ്ങൾക്ക് ഈ മുതിർന്ന അംഗമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ജില്ലാ പഞ്ചായത്തുകളിൽ. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ മുനിസിപ്പാലിറ്റികളിലേക്കും വരുമ്പോൾ അവിടെ അതാത് വരണാധികാരികൾ ആരാണ്, തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ ആരാണോ അവരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് 11:30 കോർപ്പറേഷനുകളിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. എല്ലാ കോർപ്പറേഷനുകളും, അതായത് തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, ഈ കോർപ്പറേഷനുകളിലാണ് 11:30 മണിക്കാണ് ഇവിടെയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. പലയിടങ്ങളിലും നേരത്തെ ഈ പഞ്ചായത്തുകളിലേക്കൊക്കെ പോലെ തന്നെ വലിയ ആഘോഷമായി പ്രകടനമായിരുന്നു ഈ പുതിയ അംഗങ്ങൾ ഈ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആണ് സത്യപ്രതിജ്ഞയ്ക്കായി അവർ BJP അംഗങ്ങൾ എത്തിയത്. അതേസമയം അകത്ത് ഈ CPM-ന്റെ അംഗങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗം, അതായത് KS ശബരിനാഥൻ അടക്കമുള്ളവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായി മാറി. പലയിടങ്ങളിലും കോൺഗ്രസിന്റെ UDF-ന്റെ അംഗങ്ങളൊക്കെ ഇങ്ങനെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത്. BJP വലിയ ആഘോഷമാക്കി തന്നെയാണ് തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ ചടങ്ങിന് സാക്ഷിയാൻ എത്തിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് ഒരു കോർപ്പറേഷന്റെ ഭരണം ലഭിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവരത് വലിയ ആഘോഷമാക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഭരണസമിതികളുടെ യോഗവും ഇന്ന് തന്നെ ചേർന്നു. അതിനുശേഷം ഇനിയിപ്പോൾ 26-നാണ് കോർപ്പറേഷനുകളിലേക്കും അതുപോലെ തന്നെ നഗരസഭകളിലേക്കും ഒക്കെയുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 27-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരി ആന്റണി, വ്യക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, അങ്ങനെ പുതിയ ഒരു ഭരണസമിതി അധികാരം ഏറ്റെടുക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് കോർപ്പറേഷൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് നടന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിലാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത് മുതിർന്ന അംഗമായിട്ടുള്ള 35-ാം ഡിവിഷനായ മാങ്കാവിൽ നിന്നും വിജയിച്ച മനക്കൽ ശശിയാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് മനക്കൽ ശശിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. LDF മേയർ സ്ഥാനാർത്ഥി O സദാശിവൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയായിരുന്നു. ഇതിൽ തന്നെ UDF അംഗങ്ങൾ ഈശ്വരനാമത്തിൽ, UDF-ന്റെ കോൺഗ്രസ് അംഗങ്ങൾ ഈശ്വരനാമത്തിലും മുസ്ലിം ലീഗ് അംഗങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ LDF അംഗങ്ങളെല്ലാം തന്നെ ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. മറ്റൊരു കാര്യം, ഈ അതേസമയം BJP അംഗങ്ങൾ ചിലർ വേറിട്ട രീതിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് പാറപ്പള്ളി ഡിവിഷനിൽ നിന്നും നേരത്തെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെ തോൽപ്പിച്ച പാറപ്പള്ളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച BJP അംഗം ഹരീഷ് പൊറ്റങ്ങാടി സംസ്കൃതത്തിലാണ്
സത്യവാചകം ചൊല്ലിയത്. മറ്റൊന്ന്, ബേപ്പൂരിൽ നിന്ന് വിജയിച്ച BJP അംഗം ഷിനു പിന്നാണത്ത് ശ്രീ പരമേശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം തന്നെ ചാലപ്പുറം ഡിവിഷനിൽ നിന്ന് ജയിച്ച BJP അംഗം KP അനിൽകുമാർ തളി മഹാദേവന്റെ നാമത്തിലും, മാവൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച BJP അംഗം ശ്രീജാസി നായർ മുരുക ഭഗവാന്റെ നാമത്തിലും മുരുകന്റെ നാമത്തിലും ഒക്കെ ആയിട്ടാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ശബരിമല ധർമ്മശാസ്താവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് ഉരുവിട്ടത് BJP അംഗമായിട്ടുള്ള ചക്കോരത്തുകുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച BJP അംഗം PN ശിവപ്രസാദാണ്. അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെല്ലുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. മറ്റൊരു വേറിട്ട കാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടത് ഈ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള, ഒപ്പം തന്നെ ഈ നേരത്തെ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസാഫിർ അഹമ്മദിനെ പരാജയപ്പെടുത്തി വിജയിച്ച, ഇപ്പോൾ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള SK അബൂബക്കർ, മീഞ്ചന്ത ഡിവിഷനിൽ നിന്നും വിജയിച്ച SK അബൂബക്കർ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചെല്ലുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TP ജിഷാൻ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് എല്ലാവരും UDF അംഗങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ശരി റിയാസ്, സംസ്ഥാന പുതിയ ഭരണസമിതി, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഭരണസമിതി അധികാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗത്തിന് കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ളവർക്ക് മുതിർന്ന അംഗമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. റിയാസ് KM ആറും ആന്റണി ജിസ്റ്റോർജുമാണ് വിവരങ്ങൾ നൽകിയത്.